ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടി ഓർഗനൈസറാണ്. പക്ഷേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഓർഗനൈസറാണ്. ആദ്യമേ ഇതുപോലത്തെ ഒരു വലിയ ബോക്സ് എടുക്കാം. എന്നിട്ട് അതിനെ ഞാൻ ഈ വരച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു കുട്ടി കാർഡ്ബോർഡ് ബോക്സുകളും എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് ഇത്. അപ്പോൾ ഗൈസ്, ഞാനിതിനെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഒരു മാസ്കിംഗ് ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഗൈസ്, ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തും അകത്തെ സെൻറ്റർ ഭാഗത്തും നമുക്ക് കുറച്ച് ടേപ്പ് ഒട്ടിക്കാം. ഇത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിക്കുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അത് നിൽക്കും. അപ്പോൾ ഗൈസ്, ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതിനെ കുറച്ചും കൂടെ ക്യൂട്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ എടുത്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലേ വരച്ചു കൊടുത്താലും മതി. ഞാനിപ്പം സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യമേ നമ്മളെ ബോക്സ് കെട്ടാൻ നേരത്ത് മാറ്റി വെച്ച ഈ ഒരു പാർട്ടിന് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ പാർട്ട് വീണ്ടും നമ്മൾ രണ്ടായിട്ട് വെട്ടിയെടുക്കാം. എത്രയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചാലും അവിടെ ഇവിടെ കാണും കുറച്ച് ആക്രിമാക്രി സാധനങ്ങൾ. അങ്ങനെയുള്ള ആക്രിമാക്രി സാധനങ്ങളെ നമുക്കിതിൽ പിറക്കി വെക്കാം. അപ്പം ഗൈസ്, ഞാൻ ഈ സ്ക്വയർ പാർട്ടിൽ ഒരു പാർട്ട് മാത്രം മുറിച്ചെടുത്തിട്ട് ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഈ സ്ക്വയറിൻ്റെ നീളത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഗ്ലൂ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്തൊരു അഹങ്കാരമുള്ള സാധനമാണെന്നറിയാം. എത്ര ഒട്ടിച്ചിട്ടും അത് നിൽക്കുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ വിട്ടു കൊടുക്കുമോ, നമ്മൾ പിടിച്ചിട്ടങ്ങ് ഒട്ടിച്ച്. അപ്പോൾ ഗൈസ്, ഇതേ സെയിം സാധനത്തിനെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സൈസ് ചെറുതായിട്ട് കുറച്ച് ചെയ്തെടുക്കാം. കാരണം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ സാധനത്തിലേക്ക് വേണം ഈ സാധനം കയറ്റാൻ വേണ്ടിയിട്ട്. സോ ഇച്ചിരി ചെറുത് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇതിനും സെയിം അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ എങ്ങനെയോ ഒട്ടിച്ചെടുത്തു. എക്സസ് പേപ്പേഴ്സൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ്, പിന്നെ ഇതിനകത്തിൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട് വെട്ടിയെടുക്കുന്ന പീസ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കയറാനാണ് ഞാനത് 2 സൈസാക്കി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ചെറുതായിട്ട് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് അതിങ്ങനെ അകത്തോട്ട് കയറിപ്പോക്കോളും. ഇനിയും നമ്മൾ അത് ചെയ്ത് സെയിം അങ്ങനെ അകത്തോട്ട് കയറ്റാൻ പറ്റുന്ന രീതി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വലിയ ബോക്സ് എടുക്കുക. അതിനുശേഷം കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. ഈ ഡബിൾ സൈഡ് ടേപ്പ് കത്രികയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അത് ഇളക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം അത് പെയ്യെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ സ്ട്രിപ്പിനെ നമ്മൾ 2 ആക്കിയിട്ട് ഈ വലിയ ബോക്സിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് പീൽ ചെയ്യുക. 2 സൈഡിലും ഒട്ടിച്ചതിന് ശേഷം അത് പീൽ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഈ വലിയ ബോക്സ് നമ്മൾ ചെയ്തത് അതിൻ്റെ ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വലിയ സൈസുള്ളത് എടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തിലോട്ട് കയറ്റാം. ആദ്യമേ ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊളിഞ്ഞു പോയായിരുന്നു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ആദ്യം ചെയ്ത ബോക്സിനെ ഇപ്പോൾ ചെയ്ത ബോക്സിനെയും കൂടെ മാസ്കിംഗ് ടേപ്പ് ഇട്ട് ഒട്ടിച്ചതിന് ശേഷം മറ്റേ ബോക്സ് നമ്മൾ അകത്തോട്ട് കയറ്റിയപ്പോഴത്തേക്ക് സെറ്റായി ഗൈസ്. പിന്നെ ഇത് വലിയ ബോക്സാണ്, അതുകൊണ്ട് നമുക്ക്
കമ്പാർട്ട്മെൻറ്റ്സ് വേണം. അന്നേരം ഞാൻ 2 കമ്പാർട്ട്മെൻറ്റ്സും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ടാണ് അത് വെക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കും. കാരണം ഡബിൾ സൈഡ് വെച്ച് ഒട്ടിക്കുമ്പോൾ അത്രയ്ക്ക് നിൽക്കുന്നതല്ല, ചിലപ്പോൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അത് താഴെ പോവും. അപ്പോൾ ഗൈസ് നമ്മൾ മണ്ടയ്ക്കത്തെ പരിപാടികൾ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്കിനി താഴെ ചെയ്യാം. താഴെ വന്നിട്ട് ഒരു ചെറുതായിട്ടുള്ളൊരു മിനുസപ്പണി ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിൽറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക, അളവ് പിടിച്ച്. പക്ഷെ ഞാൻ അളവ് നിങ്ങളോട് പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം താന്നു പോയി. അന്നേരം എനിക്ക് ഇച്ചിരിയേ കിട്ടുകയുള്ളൂ. കുറച്ച് ഭാഗം കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് ഇത് സ്റ്റിക്കർ ടൈപ്പ് ഗിൽറ്റർ പേപ്പർ. അന്നേരം നമുക്കിങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഭാഗം കൂടെ ഒട്ടിക്കാനുണ്ടെന്ന്. അവിടെ ഞാൻ കുറച്ച് ഗിൽറ്റർ പേപ്പർ എടുത്ത് ഒട്ടിച്ചു. അപ്പം പിന്നെ ബാക്കി എക്സസ് ആയിട്ടിരിക്കുന്നത് ഞാൻ അകത്തോട്ട് മടക്കി. ഈ സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ മറക്കരുത് ഗൈസ്, വലിച്ചെടുക്കണ്ടേ. ഇതിപ്പോൾ എന്താ നടക്കുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതിലാണ് ഇതിൻ്റെ മുഴുവൻ മെക്കാനിസം ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്ത് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എടുത്ത പേപ്പറിന് കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ 2ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതുപോലത്തെ കുട്ടി പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഗൈസ് നമുക്ക് ഇത് ഞാൻ ഡബിൾ സൈഡ് ഉപയോഗിച്ചാണ് ഒട്ടിച്ചത്. ഡബിൾ സൈഡിൽ എടുക്കേണ്ട ആവശ്യമില്ല, പശ വെച്ച് ഒട്ടിച്ചാൽ മതി. ഞാൻ കുറച്ച് എളുപ്പപ്പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡബിൾ സൈഡ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈറ്റ് ഭാഗം കാണുന്നുണ്ട്, കാരണം ഞാൻ ചെറുതല്ല എടുത്തത്, കുറച്ച് വലുതാണ്. അപ്പോൾ അത് ഗൈസ് ഞാൻ അതിന് ചെറിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്കും കൂടെ ഞാനൊരു കൊച്ച് സുന്ദരിയെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ മെക്കാനിസം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് പേനയൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ കുറച്ച് സ്റ്റാപ്ലറും ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് മേൽത്തട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് അപ്പം നമ്മൾ അതിനെ തുറന്നതിന് ശേഷം നമ്മൾ സ്റ്റിക്കറൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റിക്കർ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ അതിനകത്ത് സ്റ്റിക്കർ ഇട്ട് കൊടുത്തു. പക്ഷേ ആൾ ചെറുതായിട്ടൊന്ന് പണി മുടക്കി, പക്ഷേ ഞാൻ അതിനെ പണി മുടക്കാൻ വിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.